ജോസിൽ, ഇടുക്കിയിൽ മഴയുണ്ടോ? മനു, ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച മഴ ഇപ്പോഴും നേരിയ തോതിൽ ചാറ്റൽ മഴയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയുടെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ചാറ്റൽ മഴ നിലനിൽക്കുന്നു എന്നാണ് അന്വേഷിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇടുക്കി ജില്ലയിൽ വലിയ ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ്. കാരണം ഇങ്ങനെ തുടർച്ചയായി മഴ നിൽക്കുകയാണെങ്കിൽ, കാരണം ഇപ്പോൾ മണിക്കൂറുകളായിട്ട് ചെറിയ തോതിൽ മഴ ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിലിനുള്ള സാധ്യത അത് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ തുടർച്ചയായി മണ്ണ് നനഞ്ഞു നിന്നു കഴിഞ്ഞാലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ചെരിഞ്ഞ പ്രദേശങ്ങൾ കൂടുതലായതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയില്ല. അങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ തന്നെ അത് ലോ റേഞ്ചിൽ തൊടുപുഴ പട്ടണത്തിൽ മാത്രമാണ്. അത്തരത്തിൽ ഒരു തൊടുപുഴ പട്ടണത്തിൽ അത്തരത്തിലുള്ള ഒരു വെള്ളക്കെട്ടൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഈ മഴയുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ പ്രധാന അണക്കെട്ടുകളിലേക്കെല്ലാം നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഇടുക്കിയിലെ ജലനിരപ്പ് 2333.72 അടിയായി വർദ്ധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 13 അടിയോളം കൂടുതലാണ് ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. അത് അത്രയുമായിട്ട് തുടരുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം അത് ഈ ജൂൺ ആദ്യവാരം വരെ ഈ വേനൽ നിലനിൽക്കും, കടുത്ത വേനൽ നിലനിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഈ ജൂൺ ആദ്യവാരം വരെ സുഗമമായിട്ട് പൂർണ്ണതോതിൽ മൂലമറ്റം പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജലം KSEB കരുതി വച്ചിരുന്നു, പുറത്തുനിന്ന് വൈദ്യുതിയൊക്കെ മേടിച്ച്. അതുകൊണ്ട് തന്നെ ഈ ഇടുക്കി അണക്കെട്ടിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 13 അടിയോളം വെള്ളം ഇപ്പോൾ നിലവിൽ കൂടുതലാണ്. ഇപ്പോൾ മൂലമറ്റം പവർ ഹൗസിൽ പൂർണ്ണ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ മലങ്കര ജലാശയത്തിലേക്ക്, മലങ്കര അണക്കെട്ടിലേക്ക് വലിയ തോതിൽ ഇപ്പം മഴ പെയ്യുന്നതിൻ്റെ ഒപ്പം അങ്ങനെ വെള്ളം എത്തുന്നു. അതോടൊപ്പം തന്നെ ഈ മൂലമറ്റം പവർ ഹൗസിൽ നിന്നാണ് കൂടുതലും മലങ്കര അണക്കെട്ടിലേക്ക് വെള്ളം വരുന്നത്. അവിടെയും പൂർണ്ണ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് ഈ മലങ്കര അണക്കെട്ടിലേക്ക് വലിയ തോതിൽ വെള്ളം ഒഴുകി എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലങ്കര അണക്കെട്ടിൻ്റെ 4 ഷട്ടറുകൾ, 6 ഷട്ടറുകളാണുള്ളത്. അതിൽ 4 ഷട്ടറുകളും നിലവിൽ 80 സെൻറ്റിമീറ്റർ വീതം ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. അത് വെള്ളം കൂടുതൽ ഉയർന്നു വരികയാണെങ്കിൽ 41 അടിയിൽ മുകളിൽ അടുത്താണ് അതിൻ്റെ സംഭരണ ശേഷി. അത് 1 മീറ്റർ വരെ ഉയർത്താൻ നിലവിൽ ജില്ലാ കളക്ടർ അനുമതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൊടുപുഴ മൂവാറ്റുപുഴ ആറിൻ്റെ കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പീരുമേട് താലൂക്കിലും ഇപ്പോൾ കാര്യമായ മഴ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കും നേരിയ തോതിൽ അതിൻ്റെ ജലം വർദ്ധിക്കുന്നുണ്ട്. ഇതാണ് ഇടുക്കിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നേരത്തെ തന്നെ റെഡ് അലർട്ട് ഉണ്ടായിരുന്ന സമയത്തേക്കാൾ കൂടുതൽ മഴ ഇപ്പോൾ ഈ ഓറഞ്ച് അലർട്ടിലേക്ക് കടന്നപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. മനു.